നമസ്കാരം. ഒരു കാലം വരെയൊക്കെ കേരളത്തെക്കുറിച്ചിട്ട് പറഞ്ഞാൽ ഞാൻ വളരെ സിമ്പിളായിട്ട് നിസ്സംശയം പറയുന്ന 3-4 വാക്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മതസൗഹാർദ്ദമാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്രിസ്ത്യൻ സഹോദരൻ, മുസ്ലിം സഹോദരൻ, ഹിന്ദു സഹോദരൻ എന്നൊക്കെ പറയത്തുള്ളൂ. പിന്നീടാണ് മനസ്സിലായത് ഈ ഹിന്ദു സഹോദരനും മുസ്ലിം സഹോദരനും ക്രിസ്ത്യൻ സഹോദരനും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര സ്നേഹമാണ്, എല്ലാ ആളുകൾക്കും ഭയങ്കര സ്നേഹമാണ്, ഏതൊരു കാര്യം ആരോട് ചോദിച്ചാലും അവർ സഹായ സന്നദ്ധരായിരിക്കും. എന്നാൽ പിന്നീട് കുറച്ച് ബോധമൊക്കെ വെച്ച് വായനയൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ, പത്രം വായന തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ എനിക്ക് മനസ്സിലായി ബാക്കിയുള്ള വലിയ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട് കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനത്ത് ക്രൈം റേറ്റ് കാര്യമായിട്ട് തന്നെ ഉണ്ട്. ആളുകൾക്ക് ആക്രമണ മനോഭാവം കാര്യമായിട്ട് തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങളെക്കുറിച്ചിട്ടും ആക്രമണ മനോഭാവത്തെക്കുറിച്ചിട്ടും ഒക്കെ. ഈ ഒരു സാഹചര്യത്തിൽ പ്രിയ സുഹൃത്ത് ഉണ്ണി വ്ളോഗ്സിനെതിരെ വന്ന വധഭീഷണിയെ നമുക്ക് സിമ്പിളായിട്ട് മൈൻഡ് ചെയ്യാതെ തള്ളിക്കളയാനായിട്ട് പറ്റുമോ? വധ സിനിമകൾ ഇറക്കുകയും ചെയ്യും, അതിൻ്റെ കൂടെ വധഭീഷണികൾ മുഴക്കുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഏതായാലും ഉണ്ണി വ്ളോഗ്സ് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂല്ലേ, അതായിരുന്നു അത്ര എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റിവ്യൂ. ഞാനിപ്പോൾ കാണുന്ന ഈ ഒരു ആരോഗ്യാവസ്ഥയില്ലേ, ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. ഞാനിനി പണിയെടുത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു ആരോഗ്യാവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. എനിക്കെതിരെ കോടതിയിൽ കേസൊക്കെ കൊടുക്കും, അങ്ങനെ എന്നെ കംപ്ലീറ്റ്ലി ഇല്ലാതാക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊല്ലും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പറച്ചിലൊക്കെ ആയിട്ട് ഇന്നലെ എന്നെ ഒരാൾ വിളിച്ചു. എന്നെ സംബന്ധിച്ച് അത് ഇച്ചിരി പേടിപ്പെടുത്തുന്ന കാര്യമാണ്. അനീഷ് അൻവറാണ് ആ ഒരു സംവിധായകൻ. അനീഷ് അൻവറിൻ്റെ കരിയറിൽ 6 പടങ്ങളാണ്, രാസ്ത കൂട്ടി 6 പടങ്ങളാണ്. 6 പടങ്ങളിൽ 4 ഞാൻ കണ്ടിട്ടുണ്ട്. സെക്രയുടെ ഗർഭിണികൾ എനിക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എസ്പെഷ്യലി അതിനകത്തെ ആ ഒരു പാട്ട് സീനും സനുഷയൊക്കെ ഉൾപ്പെടുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് ഞാൻ ഇപ്പോഴും മൈൻഡിൽ ആലോചിക്കുന്ന രംഗങ്ങളാണ്. ഗംഭീര സിനിമയാണ്. ബാക്കിയുള്ള 3 പടങ്ങളെക്കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു പടം ഞാനത് എടുത്ത് പറയുന്നില്ല, ഒരു പടം വലിയ കുഴപ്പമില്ല. 2 പടങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ വധഭീഷണി പോലെ വധമായിട്ട് തോന്നിയ പടങ്ങളാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമ റിവ്യൂ ചെയ്യുന്ന റിവ്യൂവർ അയാൾക്ക് തോന്നിയ അഭിപ്രായം നിഷ്കരണം വലിച്ചു കീറലായിട്ട് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഒരു മജോറിറ്റി ഓഡിയൻസിൻ്റെ ആവശ്യം. അത് തന്നെയാണ് ആവശ്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്യുന്ന റിവ്യൂ ചാനലുകൾക്ക് വലിയ വ്യൂവർഷിപ്പ് ഉണ്ട്. എന്നാൽ ഉണ്ണി വ്ളോഗ്സ് പോലുള്ള ചാനലുകൾ ആ ഒരു ലെവലിലേക്ക് പോവാതെ വളരെ മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പീനിയൻ ഡീസൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകുന്ന റിവ്യൂ നൽകുന്ന ഒരാളാണ്. റോസ്റ്റിംഗ് എന്ന് പറയുന്ന പരിപാടി ആളുകൾ ആസ്വദിക്കുന്നതോ ചെയ്യുന്നതോ ഒന്നും എനിക്ക് പേഴ്സണലി ഒരു പ്രശ്നമില്ലാത്ത സംഗതികളാണ്. ഞാൻ അത്തരത്തിലേക്ക് ഒരു സിനിമയുടെ റിവ്യൂവിനെ അത്രയധികം അങ്ങോട്ട് സമീപിക്കാറില്ല. അത്രയധികം വെറുപ്പിച്ച് നമ്മളെ പർപ്പസ്ഫുള്ളി വെറുപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും വിട്ടു പറയാറുള്ളത്. ഈ റോസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള സിനിമ എഴുത്തുകാരുടെയും ആക്ടേഴ്സിൻ്റെയൊക്കെ മുഖം മൈൻഡിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ റോസ്റ്റ് ചെയ്യാനായിട്ട് പോകാറില്ല. ഈ മാന്യമായിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അംഗീകരിക്കാറുണ്ട്, ഞാനത് കാണാറുണ്ട്. ഉണ്ണി വ്ളോഗ്സിൻ്റെ രാസ്ത എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവും ആട്ടം എന്ന് പറയുന്ന സിനിമയുടെ റിവ്യൂവും ഞാൻ കണ്ടിരുന്നു. ഞാനിപ്പോൾ വീക്കെൻഡിലാണ് സിനിമ കാണുന്നത്. ബാക്കി ദിവസം എനിക്ക് സമയം അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കാനായിട്ട് കുറവാണ്. വലിയ സൂപ്പർ ചിത്രങ്ങളൊക്കെയാണ്, വലിയ ബാനറിൽ വരുന്ന ചിത്രങ്ങളാണ് എന്നുണ്ടെങ്കിൽ ഞാൻ റിലീസിന് പോയി കാണും, റിവ്യൂ ഇടും. കാരണം അങ്ങനെയുള്ള ചിത്രങ്ങൾക്ക് റിവ്യൂ ഇടുക, നമുക്ക് പറയാനുള്ളത് പറയുക, അതൊക്കെ ഭയങ്കര സുഖമുള്ള പരിപാടിയാണ്. നല്ല വ്യൂസ് കിട്ടും, നമുക്ക് നല്ല പേയ്മെൻറ്റ് കിട്ടും, ആരും നമ്മളെ ആക്രമിക്കാൻ വരില്ല. എന്നാൽ ചെറിയ ചിത്രങ്ങൾ കാണണമെന്ന് ആ ഒരു ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർ മെസ്സേജ് അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുമെന്നുണ്ടെങ്കിലും ചെറിയ ചിത്രങ്ങൾ കണ്ടിട്ട് നമ്മൾ റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അധികം ആളുകളിലേക്ക് ആ ഒരു റിവ്യൂ എത്തിയില്ലെങ്കിൽ കൂടെ സംവിധായകരും അതിൻ്റെ അണിയറ പ്രവർത്തകരും കറക്റ്റായിട്ട് കണ്ടിട്ട് ഒരു പിണക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ പടങ്ങളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ കാണാറുണ്ട്. ഞാൻ വീക്കെൻഡിൽ പോയി ഒരു 2-3 പടങ്ങളൊക്കെ കാണും, ചെറിയ പടങ്ങൾ 2 എണ്ണമെങ്കിലും മിനിമം കാണും. എന്നാൽ റിവ്യൂ ഞാൻ അപ്ലോഡ് ചെയ്യാറില്ല. പിന്നെയും ചില ആളുകൾ അത്തരത്തിൽ റിവ്യൂ ചെയ്യുന്നത് അവർക്ക് സിനിമ കാണാൻ ഇഷ്ടം കൊണ്ടും അവരുടെ കണ്ടന്റ് അതായതുകൊണ്ടുമാണ്. അത് വളരെ നീതിപൂർവ്വം ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ചീപ്പ് പരിപാടിയാണ്. ആദ്യം തന്നെ അങ്ങനെ ഒരു റിവ്യൂ വരുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ വിഷമത്തിൽ നിന്നുണ്ടാകുന്ന ദേഷ്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാം. അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഒരു പരിധി വിട്ടിട്ടുള്ള പെരുമാറ്റമായിട്ട് കണക്കാക്കാം. പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷയുണ്ട്. ആ ഒരു ഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും മാറാത്ത, നമ്മളുടെ ഉള്ളിൽ ഇങ്ങനെ അടിച്ചിട്ടിരിക്കുന്ന ചിന്തയിൽ നിന്നുണ്ടാകുന്ന ഒരു ഭാഷയാണ്. ആ ഒരു ഭാഷ, ഞാൻ തെറി പറയുന്നതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പോഴും ക്രിറ്റിസിസം പറയുന്ന ഒരു വ്യക്തിയല്ല. ഞാനും തെറി ഉപയോഗിക്കാറുണ്ട്. ഞാനതിനെ ഒരു സ്ട്രെസ് റിലീസർ വേർഡായിട്ടൊക്കെ കണക്കാക്കാറുണ്ട്. എന്നാൽ വിളിക്കുന്ന തെറിയാണെങ്കിലും അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഈ കാലഹരണപ്പെട്ട ജാതീയമായിട്ടുള്ള സെക്ഷൽ ഓർഗൻസ്, സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉള്ള ആളുകൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന ആ ഒരു തെറികളൊക്കെ വിടേണ്ട സമയമൊക്കെ അതിക്രമിച്ചിരിക്കുന്നു. ഈ തെറിക്കകത്ത് പോലും അപ്ഡേഷൻ ഇല്ലാത്ത ഒരു സംവിധായകൻ എങ്ങനെയാണ് പുതിയ കാലത്തൊരു നല്ല സിനിമ എടുക്കുക എന്നുള്ളത് എനിക്കറിയത്തില്ല. സാമ്പത്തികമായി നല്ല നിലയിലുള്ള നല്ല കോൺടാക്ട്സ് ഒക്കെയുള്ള ഒരു സിനിമാക്കാരൻ ഇത് പറയുമ്പോൾ
നമ്മളത് അങ്ങനെ വെറുതെ വിട്ടുകളയേണ്ട കാര്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചെങ്കിലും ഞാൻ കൺസേൺ ആവണ്ടേ. പിന്നെ ഞാൻ താമസിക്കുന്ന എൻ്റെ അമ്മയും അനിയത്തിമാരും ഒക്കെ ഉള്ള ഒരു വീട്ടിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ എൻ്റെ അഡ്രസ്സ് പറയടാ എന്നുള്ളതായിരുന്നു ആ വിളി മുഴുവൻ. ഈ അപ്ലോഡ് ചെയ്യണ്ടെന്ന് മനസ്സിങ്ങനെ പറയുമ്പോഴും നീ ഇത് അപ്ലോഡ് ചെയ്യടാ എന്ന് എന്നോട് പറയാൻ കാണിച്ചൊരു ധാർഷ്ട്യമുണ്ട്, ഒരു ദേഷ്യമുണ്ട്. കേരളത്തിലെ ഭീഷണി കലാപരിപാടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടാറുള്ള ഒരു സംഗതിയാണ് അഡ്രസ്സ് ചോദിച്ചിട്ടുള്ള വിരട്ടൽ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വീട്ടിൽ വന്ന് ഗേറ്റിനകത്ത് കയറി അല്ലെങ്കിൽ കഥ തുറന്നകത്ത് കയറി എന്തെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണി മുഴക്കി കഴിഞ്ഞാൽ, സ്ത്രീകളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ കേസ് മാറി ഈ പറയുന്ന അനീഷ് അൻവറിന് കുറെ കാലത്തേന് പിന്നെ ഒരു സിനിമ എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആരെയാണോ ഭീഷണിപ്പെടുത്തിയ അവർ കനിയണം, അവരുടെ കാല് പിടിക്കേണ്ട അവസ്ഥ വരും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, കേരളത്തിൻ്റെ സാഹചര്യമൊക്കെ ഭയങ്കര മോശമാണ്. പ്രൊഡ്യൂസർ കുത്തിപ്പിടിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരിക്കും എന്തിയാടാ എൻ്റെ പൈസ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേടിയിൽ നിന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് നാളെ കമ്മീഷൻ ഓഫീസിൽ കാണാം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ നോക്കിയപ്പോൾ നീ കമ്മീഷണർ എടുത്തോ എവിടെ വേണമെങ്കിൽ പൊക്കോ, എനിക്ക് ജീവപര്യന്തം കിട്ടിയാലും ഞാനിനി അകത്തായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഫോൺ കോൾ സംഭാഷണം തുടർന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അകത്ത് പോയി കിടക്കാനായിട്ടുള്ള ആഗ്രഹമാണ്, അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇടിച്ച് കൂമ്പുമായിട്ടും കൺവട്ടത്ത് കണ്ടാൽ കൊന്നു കളയുമെന്ന് പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവിടെയുള്ള സിനിമാ പ്രവർത്തകർ, അണിയറ പ്രവർത്തകർ എന്തോരം കള്ളന്മാരുണ്ടെന്നറിയോ? പ്രൊഡ്യൂസറുടെ കയ്യിൽ പൈസ ഉണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു തട്ടിക്കൂട്ട് കഥയുമായിട്ട് അയാളുടെ ചുറ്റിനും വട്ടമിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള കുറേ സിനിമാക്കാർ, സിനിമ അണിയറ പ്രവർത്തകർ. അയാളെ പറ്റിച്ച് പാലം കെടുത്ത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ അടിക്കുക എന്നുള്ളതല്ലാതെ ഇവിടെയുള്ള നായക നടന്മാരിൽ കുറേയധികം ആളുകൾ അടക്കമുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് എത്തിക്സും കാര്യങ്ങളൊന്നുമില്ല. എന്നിട്ടാണ് സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് സിനിമ കൊള്ളത്തില്ലാത്തതുകൊണ്ടാണ് ഒരാൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആ ഒരു സിനിമ കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ചുമ്മാ പ്രൊഡ്യൂസറുടെ കണ്ണിൽ മണ്ണ് വാരിയിടാൻ വേണ്ടി 4000 പേര് കണ്ട ഒരു റിവ്യൂ ആണ് സിനിമ തകർത്തത് എന്ന് പറഞ്ഞ് ഒരു പുക അങ്ങോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് തെറി വിളിച്ച് ജയിലിൽ പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിവൈകാരിക വിക്ഷോഭ പ്രകടനങ്ങൾ അങ്ങ് നടത്തുക. അപ്പോൾ പാവം പ്രൊഡ്യൂസർ അങ്ങ് ഞെട്ടും, അയ്യോ അത്ര ഗംഭീരമായിട്ടുള്ള ഒരു വർക്കാണ് അനീഷ് അൻവർ ചെയ്തു വെച്ചിരിക്കുന്നത്, അതുകൊണ്ടല്ലേ അയാൾ അത്ര കോൺഫിഡൻ്റ് ആയിട്ട് കൊന്നിട്ട് ജയിലിൽ പോയിക്കോളാം എന്നൊക്കെ പറയുന്നത്. അയ്യോ അപ്പോൾ ഞാൻ അയാളോട് ഇനി പൈസ ഒക്കെയുള്ള പ്രശ്നം പറയരുത്. ഇതൊക്കെ തന്നെയായിരിക്കും ഇതിൻ്റെ പിന്നിലുള്ള സംഭവം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ വ്യക്തിയും കൂടി വിളിച്ചിട്ട് ഒരു കോംപ്രമൈസ് ടോക്ക് പോലെ വരികയും അതിനുശേഷം അറിയാമല്ലോ നമ്മൾ പോലീസ് സ്റ്റേഷനിലിരിക്കുമ്പോൾ അവരെന്തായാലും നമ്മളൊന്നും ചെയ്യില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പോലീസിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പിന്നെ എൻ്റെ വീടും അഡ്രസ്സും ഒക്കെ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് വളരെ എളുപ്പമായിരിക്കും. അഡ്രസ്സോ ഫോൺ നമ്പർ ഈ പറയുന്ന കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവസി കൺസേൺസ് കൊണ്ടാണ്. ഇവരൊക്കെ ഭയങ്കര ചീപ്പ് കളി കളിക്കുന്ന ടീമുകളാണ്, എനിക്ക് അനുഭവമുണ്ട്. ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ PR ഏജൻസികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സൈബർ അറ്റാക്കൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ഏജൻസികൾ ഫിലിം പ്രൊമോഷനുമായി ബന്ധപ്പെട്ട ടീമിനൊക്കെ ഉണ്ട്. സിനിമയുടെ റിലീസിൻ്റെ അന്ന് നെഗറ്റീവ് പറയുന്ന ആളുകളുടെ റിപ്ലൈ കമൻറ്റ് നോക്കിയാൽ മതി. അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ഈ നമ്പരും അഡ്രസ്സും ഒക്കെ അങ്ങോട്ട് ഷെയർ ചെയ്യും. എന്നിട്ട് ഇവർ വിദേശത്തു നിന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ തെറി പറയുന്ന പരിപാടികൾ അങ്ങ് അറേഞ്ച് ചെയ്യും. ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ നമ്പർ ഉണ്ണി വ്ളോഗ്സിൻ്റെ നമ്പർ മിക്കവാറും ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലേക്ക് പോയിട്ടുണ്ടാവും. ഇന്ന് ഉറപ്പായിരിക്കും ഇന്ന് രാത്രി തൊട്ട് നല്ല രീതിയിൽ തെറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിവരുടെ പൊതുവായിട്ടുള്ള രീതിയാണ്. പക്ഷേ ഈ കൊല്ലും മറ്റേ അഡ്രസ്സ് പറ, ഇന്ന് രാത്രി നിന്നെ കിട്ടിയിരിക്കണം എന്നൊക്കെ പറയുന്ന, പിന്നെ എനിക്കതിൽ 3 കാര്യങ്ങൾ കൊണ്ടാണ് ഇതെനിക്ക് വിടാൻ പറ്റാത്തത്. 1 വധഭീഷണി, നമ്മുടെ ജീവനാരോഗ്യം, എനിക്കതിൽ പേടിയുണ്ട്. 2 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. മാതൃത്വത്തെക്കുറിച്ച് പറയുന്നൊരു സിനിമയൊക്കെ എടുത്ത് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരാൾ എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചിട്ട്, നമ്മളെ അധിക്ഷേപിച്ച് കമൻറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊരു വെളിവില്ലാത്ത ആൾക്കാരിടുന്നതാണ്, അതിനെ നമ്മൾ ആ പുച്ഛത്തോടു കൂടി മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ അത് ഒരു പ്രാവശ്യം വിളിച്ച് അത് പറഞ്ഞു, രണ്ടാമതും വിളിച്ചു, വീണ്ടും പറഞ്ഞു. ഈ വിളിക്കുന്നത് മുഴുവൻ തള്ളക്കി വിളി മാത്രമാണ്. അങ്ങനെ ഒരാൾ ചലച്ചിത്ര അക്കാദമിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചിരിക്കുക എന്ന് പറയുന്നത് എനിക്കത് യോജിക്കാൻ പറ്റില്ല. 3 അയാൾ വിളിച്ച തെറികൾ അത് ജാതീയമായി അധിക്ഷേപിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അതങ്ങനെ വിളിച്ച് ശീലിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അനീഷ് അൻവർ എന്നാണ് സംവിധായകൻ്റെ പേര്. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന നിയമ പോരാട്ടമോ വാക്പോര പോലെയുള്ള ഒരു സംഗതിയല്ല. അപ്പോൾ ഇദ്ദേഹമൊക്കെ ഒരു സിനിമയുടെ റിവ്യൂവിനെ ഇങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുണ്ടെങ്കിൽ അവാർഡ് തിരിച്ചു വാങ്ങണമെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഇയാൾക്ക് എന്ത് അവാർഡ്? അപ്പം ഇയാൾക്കൊക്കെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവാർഡോ അല്ലെങ്കിൽ കലയോ വല്ലതും ആണോ? ഇത് തട്ടിക്കൂട്ടി ചുമ്മാ കണ്ണിപ്പൊടി ഇടുക എന്ന് പറയുന്ന പരിപാടി തന്നെ. അല്ലെങ്കിൽ ഒരു സിനിമയുടെ റിവ്യൂ കാണുന്ന സമയത്ത് ഒരാൾ ഇത്ര അധികം അതപ്പതിക്കുന്ന തരത്തിലേക്ക് റെസ്പോണ്ട് ചെയ്യില്ല. ഞാൻ സിനിമയുടെ ഒന്നുമല്ല. ശരി ഓ സോറി, നിങ്ങൾക്ക് അഡ്രസ് തന്നത് പ്രൂവ് ചെയ്യേണ്ട ഗതികേട് എനിക്കില്ല.
കാര്യം നീ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ശരി ആയിക്കോട്ടെ. അപ്പൊ ശരി എന്നാ ഇന്നത്തേക്കുള്ള കഴിഞ്ഞില്ലേ? നിന്നെ വിടില്ല. ശരി നമുക്ക് ഇന്നത്തെ അവസാനിപ്പിക്കാം. നമുക്ക് നാളെ ബാക്കി. നാശത്തിന് വേണ്ടിട്ട് നീ ഇട്ട വീഡിയോ ആണ്. അത് നീ മനസ്സിലായിക്കോ. കാരണം നീ കളിച്ചതിന്റെ എങ്ങനെ ഞാൻ സിനിമയിൽ വന്നു, എങ്ങനെ ഞാൻ സിനിമയിൽ സർവീസ് അറിയാത്ത ഒരാളാണ്. എങ്ങനെ ഈ സിനിമ ഷൂട്ട് ചെയ്തു, എന്നാണ് ഈ സിനിമന്റെ ജനുവൻ റിപ്പോർട്ട് എന്ന് അറിയാത്തടുത്ത് വന്നിട്ട് നീ എന്ത് ചെറിയ പൈസക്ക് വേണ്ടിട്ട് ഇട്ട അയ്യേ അമ്മാതിരി ആരോപണം എന്റെ ഇടയിൽ കയറ്റല്ലേ. ഒരു പൈസയുടെ പരിപാടി നടന്നിട്ടില്ല. ഇടണ്ടെന്നേ ഇടണ്ടെന്നേ. ശരി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. താനാണോ സക്കരയുടെ ഗർഭിണികളൊക്കെ എടുത്ത് തള്ളക്കി വിളിക്കുന്നത്? നാണമില്ല. ഇത് മുഴുവൻ തെറിയാണ്. ഇത് ഫുള്ള് കേൾപ്പിക്കാൻ പറ്റില്ല. ഞാൻ കട്ട് ചെയ്തിട്ട് വന്നിട്ടും വേറെ ഒന്നും കേൾക്കത്തില്ല. തെറി തന്നെയാണ് ഇയാൾ പറയുന്നത്. എന്തോ കള്ളു പിടിച്ച് ബോധമില്ലാണ്ട് എങ്ങാണ്ട് വിളിക്കുന്ന ഏതോ ഒരു മഹാനാണ്. ഇതിനകത്ത് ഫുള്ള് അമ്മയ്ക്ക് വിളി പരിപാടികൾ, അതൊക്കെ ഒരാളുടെ ക്യാരക്ടറിനെയാണ് വെളിവാക്കുന്നത്. പുള്ളിയെക്കാട്ടിലും എത്രയോ വർഷം, പുള്ളിയുടെ ഇരട്ടി വർഷങ്ങളോ അല്ലെങ്കിൽ 3-4 ഇരട്ടി വർഷങ്ങൾക്ക് മുൻപുള്ള തെറിയും ചിന്താഗതിയും തലേ ചുമന്നുകൊണ്ട് നടക്കുന്ന വിവരമില്ലാത്ത അധപതിച്ചിട്ടുള്ള ചിന്തയുള്ള ഒരുത്തനെ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ പറ്റും? ജാതീയമായിട്ടുള്ള തെറികൾ. ഇന്നത്തെ കാലത്ത് ഒരു മിനിമം കോമൺ സെൻസ് ഉള്ള ഒരുത്തൻ അങ്ങനത്തെ ഒരു തെറി വിളിക്കുമോ? ശരിയാണ്, എല്ലാ ആൾക്കാരും തെറിയൊക്കെ വിളിക്കും. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ എന്നെ ഒരാൾ തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു തെറി തിരിച്ചു വിളിക്കുന്ന സമയത്ത് പോലും അതിനകത്ത് ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഒരു മാന്യത കാത്തു സൂക്ഷിക്കാറുണ്ട്. തെറിക്കാത്ത പോലെ ഒരു മാന്യതയുണ്ട്. അതൊരു വകതിരിവാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കാൻ എന്തോരം വഴികളുണ്ട്. അതിനോടൊപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ? ശരിക്കും യൂട്യൂബിലേക്ക് നോക്കുന്ന സമയത്ത് റിവ്യൂവേഴ്സിൻ്റെ വീഡിയോസിൻ്റെ വ്യൂസ് നോക്കുന്ന സമയത്ത് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. അതെന്താണ് തെളിയിക്കുന്നത്? അത്ര ലക്ഷം ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാനായിട്ടുണ്ട്. അവർ കേൾക്കാനുണ്ട്, അത്രയധികം സമയം അവർ മാറ്റി വയ്ക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നീഡുണ്ട്. ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരാൾക്കും ആ ഒരു ജോലി ചെയ്യാം. അത്രേ ഉള്ളൂ റിവ്യൂ എന്ന് പറയുന്നത്, റിവ്യൂവേഴ്സ് എന്ന് പറയുന്നത്. ആ നീഡ് നല്ല രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാൾക്ക് വ്യൂസ് കൂടും, അയാൾക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. ആളുകളുടെ നീഡാണ് അവിടെ ഒരാൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതേപോലെ അദ്ദേഹം അത് ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ആളുകൾ കാണാനായിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും പ്രൊഡ്യൂസറെ പറ്റിച്ചിട്ട് ആരുടെയെങ്കിലും കഥ വെച്ചിട്ട് എന്തെങ്കിലും തട്ടിക്കൂട്ടുന്നത് പോലെയുള്ള പരിപാടിയല്ല. ഒരു പ്രൊഫൈലിൽ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാക്കിയെടുക്കുക, ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. പിന്നെ ഇന്നത്തെ കാലമാണ്. അയാളുടെ സംസാര ഭാഷയൊക്കെ കേട്ട സമയത്ത് ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാവുമല്ലോ. ആ ഒരു ക്വാളിറ്റിയിൽ നിന്ന് അയാൾക്ക് തോന്നിയ ഒരു ഐഡിയ ആയിരിക്കും ഇതുപോലുള്ള എന്തെങ്കിലും കോൺട്രവേഴ്സി, എന്തെങ്കിലും ഉടായ്പ് ചെപ്പടി വിദ്യകൾ ആരുടെയെങ്കിലുമൊക്കെ മിക്കിട്ട് കയറി കഴിഞ്ഞാൽ ഇയാളെയും ശ്രദ്ധിക്കും, ഇയാളുടെ സിനിമയും ചിലപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ശ്രദ്ധിക്കപ്പെടും എന്നുള്ളത്. ആളുകൾ സിനിമയ്ക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങി വരുമല്ലോ. ഈ ഒരു സിനിമയിൽ കുറച്ച് ടിക്കറ്റ് നിങ്ങൾക്ക് വിറ്റ് പോകുമായിരിക്കും. എന്നാലും എനിക്ക് തോന്നുന്നില്ല ഭീഷണിപ്പെടുത്തിയും കുത്തിനെ പിടിച്ചും തെറി പറഞ്ഞും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സിനിമയെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത്. ഇതിപ്പോൾ എന്ത് സംഭവിക്കാനായിട്ടാണ്? നാളെ കയ്യെ കാലെ പിടിച്ച് കള്ളിൻ്റെ പുറത്ത് ചെയ്തതാണെന്ന് പറഞ്ഞ് കാല് പിടിച്ച് ഊരിപ്പോവും. അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. കോടതി വ്യവഹാരങ്ങളിൽ ഈ സംവിധായകനാണെന്നോ സെക്രട്ടറിയുടെ ഗർഭിണിയുടെ ഡയറക്ടറാണെന്നോ എഴുത്തുകാരനാണെന്നോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പരിഗണനയൊന്നും കിട്ടത്തൊന്നുമില്ല. നാളെ കയ്യെ കാലെ പിടിച്ച് ഊരി പോകേണ്ട ഒരവസ്ഥയിലേക്ക് വരും. എന്തിനാണ് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ ഈ സിനിമക്കാർ കാണിക്കുന്നതെന്നുള്ളത് എനിക്കറിയില്ല. വൃത്തികെട്ട ഒരു കൂട്ടം ആളുകളുള്ള ഒരു ഇൻഡസ്ട്രി, ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ അമ്മമാർ. എന്തൊരു കഷ്ടമാണ് എന്നുള്ളത്. അയാളുടെ ഭാഷ കേട്ടിട്ടേ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഭാഷയിലൊക്കെ തെറി പറയുന്ന ആൾക്കാരുണ്ടോ? അതിനകത്ത് പോലും ഒരു അപ്ഡേഷൻ ഇല്ലാത്ത ഒരു ദാരിദ്ര്യം പിടിച്ച അവസ്ഥ.